പ്രിയപ്പെട്ടവരെ, ഞാൻ മിഥുൻ പിള്ള, കലാമണ്ഡലം താൻസാനിയുടെ ചേർന്നു. വളരെ സന്തോഷത്തോടെ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ്. മലയാളികൾ എല്ലാ കാലഘട്ടത്തിലും സഹജീവികളോട് കരുണയും ദയവായ്പും കാട്ടിയിട്ടുള്ളവരാണ്. ഇത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. താൻസാനിയിലെ മലയാളി കോട്ടയ കലാമണ്ഡലം കഴിഞ്ഞ അനേകം വർഷങ്ങളിലായി പല പല ചാരിറ്റി പ്രോഗ്രാമുകൾ ഈ നാട്ടിൽ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഈ വർഷം അത്തരത്തിലുള്ള ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ കലാമണ്ഡലത്തിൻ്റെ 2025 എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കുകയും അതിൽക്ക് വേണ്ടി കാഴ്ചയുടെയും കേൾവിയുടെയും ലോകത്തേക്ക് ഒത്തിരി പാവപ്പെട്ട കുട്ടികളെ എത്തിക്കുക എന്ന ഉദ്യമം ഏറ്റെടുക്കുകയും ചെയ്തു. ആദ്യമായി ഞങ്ങൾ ബുഗുറുണി ഡെഫ് സ്കൂളിലെ 50ഓളം കുട്ടികൾക്ക് കേൾവി ശക്തി നൽകുന്നതിന് വേണ്ടി റീജൻസി ഹോസ്പിറ്റലുമായി ചേർന്ന് അവർക്ക് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുകയും ആ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഫലമായിട്ട് റീജൻസി ഹോസ്പിറ്റൽ പറഞ്ഞ പ്രകാരമുള്ള ട്രീറ്റ്മെൻറ്റുകളും ഹിയറിംഗ് എയ്ഡുകളും ഒക്കെ കൊടുക്കുകയും അത് ആ കുട്ടികൾക്ക് കേൾവിയുടെ ലോകത്തേക്ക് ഒരു വഴി തുറക്കുകയും ചെയ്തു. വളരെ സന്തോഷപൂർവ്വം നമ്മൾ അറിയിക്കട്ടെ, ആ 50 കുട്ടികളും സന്തോഷവാനായി അല്ലെങ്കിൽ സന്തോഷവതികളായി അവർ തിരിച്ച് അവരുടെ സ്കൂളിൽ പോവുകയും പഠിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ. അതിനുശേഷം കാഴ്ച എന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഏതാണ്ട് 54ഓളം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ CCBRTയുമായി ചേർന്ന് 2 സ്ക്രീനിങ്ങുകൾ നടത്തുകയും ആ സ്ക്രീനിങ് പ്രകാരം കിട്ടിയ റിപ്പോർട്ട് 14 സർജറികൾ, അതിൽ 12 സർജറികൾ CCBRT ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയും 2 സർജറികൾ മുയിംബിലി നാഷണൽ ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യുകയും ചെയ്തു. ആ സർജറി കൂടാതെ അവരുടെ വാർഡ് എക്സ്പെൻസുകളായാലും പോസ്റ്റ് സർജിക്കൽ കെയർ ആയാലും മരുന്നുകളായാലും അതെല്ലാം കലാമണ്ഡലം വഹിച്ചു. ഏതാണ്ട് എല്ലാ കുട്ടികളും ഇപ്പോൾ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുകയും അവർ വളരെ സന്തോഷത്തോടെ നമുക്ക് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി കുട്ടികൾക്ക് കണ്ണാടികൾ, മരുന്നുകൾ എന്നിവ കൊടുക്കുകയും ഏതാണ്ട് 54ഓളം കുട്ടികൾക്ക് ഒരു പുതിയ ജീവിതം നൽകുകയും ചെയ്തു. കലാമണ്ഡലത്തിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഇത് വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. നമസ്കാരം, ഞാൻ ജേസൻ ചാക്കോ, കലാമണ്ഡലം സെക്രട്ടറി. കലാമണ്ഡലം 2025 ഭാഗമായിട്ടുള്ള നമ്മുടെ ചാരിറ്റി സ്പർശ് ദ ഹീലിംഗ് ടച്ചിൻ്റെ 2ാമത്തെ ഫേസ് ആയിട്ടുള്ള കാഴ്ചശക്തി നൽകുന്നതിനുള്ള നമ്മുടെ സർജറിയാണ് ഇവിടെ നമ്മുടെ CCBRT ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ 14 പേരുടെ സർജറിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇതിൽ 2 പേരുടെ സർജറി വളരെ മേജർ ആയതുകൊണ്ട് ഇന്നലെ മൊയിംബിലി ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ചെയ്യുകയും അവിടെ ശസ്ത്രക്രിയ വളരെ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ളവരുടെ ട്രീറ്റ്മെൻറ്റ്, അതായത് നമ്മുടെ കണ്ണട, മരുന്നുകൾ എല്ലാം ഉടനടി ഇവർ ഹോസ്പിറ്റലുകാർ തന്നെ പെട്ടെന്ന് നൽകുന്നതാണ്. നമ്മുടെ ഈ ചാരിറ്റിയുടെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ ആഴ്ച നിങ്ങളെ അറിയിച്ചതുപോലെ കഴിഞ്ഞ ആഴ്ച വളരെ മനോഹരമായി നമ്മൾ വളരെ വിജയകരമായി ഇത് പൂർത്തിയാക്കി. Asante sana Kalamandalam, ninakushukuru kwa msaada ulionipatia kwa mwanangu amefanyia operation ya jicho. Nasema asante, Mungu atakubariki. Kwa majina naitwa Lucia Mrema na shangazi yake na Jioni. Ninatoa shukrani za kipekee sana kwa Kalamandalam kwa jinsi ambavyo wametusaidia kwa matibabu ya mtoto, kwa sababu tulikuwa tumepata hali ya kuchanganyikiwa sana kwenye kumsaidia kupata matibabu. Tunatoa shukrani za dhati familia, jamaa, marafiki. Mungu awabariki sana kwa msaada mliotupatia. Asanteni sana. ഈ ഒരു ഉദ്യമവുമായി 2025 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുമ്പോട്ട് വന്നപ്പോൾ ഉദാരമായ സഹായ സഹകരണങ്ങളാണ് കലാമണ്ഡലം മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നല്ലവരായ സ്പോൺസേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ലഭിച്ചത്. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.